തെരഞ്ഞെടുപ്പിന് ശേഷവും വലിയ വിവാദങ്ങൾ കത്തി നിൽക്കുന്നൊരു മണ്ഡലമാണ് വടകര. ജൂൺ 4-ന് റിസൾട്ട് വരാൻ പോവുകയാണ്. ഈ വടകരയിൽ അന്ന് വലിയ പ്രശ്നമുണ്ടായത് ഇവിടുത്തെ ഒരു വർഗീയ പ്രചരണവുമായി ബന്ധപ്പെട്ട് അതിന് പരാതി കൊടുത്തിട്ടും ഇതുവരെ നടപടിയായിട്ടില്ല. എന്താണ് ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരാൻ പോകുന്നത്? ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടൊരു കാര്യം, പക്ഷെ നിയമപരമായി എടുക്കേണ്ട നടപടി പോലീസ് എടുക്കുന്നില്ല. അത് തീർച്ചയായിട്ടും പോലീസ് എടുക്കേണ്ടതാണ്. ഈ നാടിൻ്റെ സമാധാനം കെടുത്താൻ നടത്തിയൊരു ശ്രമമാണ്. അല്ല, കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങളുടെ വിധിയെഴുത്ത് എന്തായാലും 4-ാം തീയതി വരുമല്ലോ. ജനങ്ങളുടെ തീരുമാനം എന്താണെന്ന് അപ്പം അറിയാം. പോലീസ് ചെയ്യേണ്ട പണി പോലീസ് ചെയ്യണം, അത് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. സൈബർ ആക്രമണത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായി കേസെടുത്തിരുന്നു. ഈ ഒരു കാര്യത്തിൽ മാത്രം പോലീസ് കേസെടുക്കാത്തതിന് പിന്നിൽ എന്തായിരിക്കും എന്നാണ്? കേവലം ഒരു സൈബർ ആക്രമണമല്ലല്ലോ, അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. ഒരു നാടിനെ ഭിന്നിപ്പിക്കാൻ വ്യാജമായ ഒരു സൃഷ്ടി കൊണ്ട് ശ്രമിക്കാൻ കാരണമായിട്ടുള്ള അതിൻ്റെ സൃഷ്ടാവ് ആരാണെന്ന് അറിയണ്ടേ. അതിൽ പോലീസ് കള്ളക്കളി അവസാനിപ്പിക്കണം. അതും അതിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ. ഞങ്ങളത് UDF നേതൃത്വം സീരിയസ് ആയിട്ട് ഇതെടുത്ത് അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കണം എന്നൊരു അഭിപ്രായം CPM ജില്ലാ സെക്രട്ടറി. ഇനിയും പാർട്ടി നേതൃത്വം UDF നേതൃത്വം അതിന് മറുപടി പറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരണം. അത് ആരുണ്ടാക്കി എന്നുള്ളത് നാടറിയണം. അത് വളരെ പ്രധാനമാണ്. പിന്നെ ആ ചെറുപ്പക്കാരൻ അതിൽ നിരപരാധിയാണെന്നുള്ളത് ഇപ്പോൾ പോലീസും പറയുന്നു, എല്ലാവരും പറയുന്നു. അപ്പം ഞങ്ങൾക്ക് അതിനകത്ത് പങ്കില്ല എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾക്ക് അന്ന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നും കൂടെ അടിവരയിടുന്നു. സർവകക്ഷി യോഗം വിളിക്കത്തക്ക രീതിയിലുള്ള ഭിന്നിപ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അടിത്തട്ടിൽ, അല്ലെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ്? ശ്രമം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ജനങ്ങൾ ഭിന്നിച്ചിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയ ജനങ്ങളല്ലല്ലോ വടകരയിലെ ജനങ്ങൾ. അതുകൊണ്ട് അത്തരം ശ്രമങ്ങൾക്കെതിരെയാണ് ജാഗ്രത വേണ്ടത്. സർവകക്ഷി യോഗത്തിൻ്റെ അത്യാവശ്യം ഉണ്ടോ എന്നുള്ളതാണ്. അതും പാർട്ടി നേതൃത്വം UDF നേതൃത്വം അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയും. അത് അവർ ക്ഷണിക്കുകയാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം UDF നേതൃത്വം പറയും. റിസൾട്ട് അടുക്കാറായി. ഇപ്പോൾ കണക്കുകൂട്ടൽ കുറച്ചുകൂടി കൃത്യമായിട്ടുണ്ടാവും. എന്താണ് അവസാനഘട്ടത്തിൽ പ്രതീക്ഷ? അല്ല, അതിപ്പം അന്ന് കണക്കൂട്ടുമ്പോഴും ഇന്ന് അവസാനം അതിൻ്റെ ഇടയിലൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പം അത് ഇനിയിപ്പം അവസാന വട്ടം സാധനം അവിടെ പെട്ടിയിലായിട്ടുണ്ട്, അല്ലെങ്കിൽ മെഷീനിലായിട്ടുണ്ട്. 4-ാം തീയതി അറിയും. ഞങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നല്ല ആത്മവിശ്വാസമുണ്ട്. ഷാഫി ഏതായാലും പാലക്കാട് നിന്ന് വടകരയിൽ ഇപ്പോഴും സജീവമാണെന്നുള്ളതാണ്. മണ്ഡലത്തിൽ തന്നെ തുടരുന്നുണ്ട്. ക്യാമറമാൻ സുബൈർ ഫൈസിക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.